അടുത്തതായിട്ട് ഇതേ സിനിമ ഇപ്പോഴത്തെ യുവതലമുറയുടെ രോമാഞ്ചമായ ശ്രീ അമൽ നീരദ് സംവിധാനം ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അമൽ നീരദ് എന്ന് വെച്ചാൽ ബിഗ് ബി, സാഗർ ഏലിയാസ് ജാക്കി എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ്. അദ്ദേഹം ഇതേ തീം, ഇതേ സിനിമ ഒന്ന് സംവിധാനം ചെയ്യുന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കാം. A film by Umbrella Legal and Crew. You got me bottom. ഇവിടെ മലയാളം പറയണം, എല്ലാം പറയുന്നത് ഇംഗ്ലീഷിലാണ്. ഇവിടെ നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം സ്റ്റൈലിഷ് ആയിരിക്കണം. ഇതുപോലെ ഇപ്പൊ മനസ്സിലായി. പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ടുപോലല്ലേ? പേടിക്കണം. ഇവിടത്തെ കോളുന്നത് ഒച്ചയാണ്. അയ്യോ, ഞാനൊക്കെ എന്നെ പട്ടിയടിക്കാൻ വന്നത്. ഇവിടെ എവിടെ തൊട്ടാലും ഈ സൈസ് തലയ്ക്ക് വെള്ളമില്ലാത്ത ശുദ്ധ സംഗീതമായിട്ട്, അതായത് അല്ല പെണ്ണിന്റെ അച്ഛനവിടെ ആ വരുന്നതാണ് ഗേളിന്റെ ഫാദർ. പറയാനുള്ളത് വേറെ. അടുത്ത പണി കഴിഞ്ഞ് ബാബാക്ക് വിമാനത്തിൽ ദുബായിക്ക് പോകാനുള്ള. അതെ, അപ്പനെന്താ ജോലി? എന്താ ജോലിയോ? ഇന്ന് സമൂഹത്തിൽ വില നിലയുള്ള നല്ല സ്കോപ്പുള്ള ജോലിയാണ്. അതെന്താണ്? കൊട്ടേഷൻ. അതെ ബ്രോക്കറെ, അതിനെ ദുബായിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. അവിടെ ആവുമ്പോ നല്ല മരുഭൂമി, അവിടെ ഇങ്ങനെ കിലോമീറ്ററോളം മണ്ണിന്റെ ഒറ്റത്തെത്തി നടക്കാറോ പയ്യെ. അത് ശരിയാ. അതെ, നിങ്ങൾ ഇതുവരെ പോയി. അടുത്ത ആള് വരാനുണ്ടെന്ന് വിളിക്കുമെങ്കിൽ നിങ്ങൾ കൊട പിടിച്ചു കൊടുക്കൂ. അതാരാ? ഞാൻ സാഗർ ഏലിയാസ് ജാക്കി. അതെ, ഇവിടെ രൂപമാണ്, പക്ഷെ കഥയ്ക്കും സ്റ്റൈലിനും ഓരോ മാറ്റം ഉണ്ടാകും. അത് ശരി. സാഗർ എന്ന അച്ഛനെ നിങ്ങൾക്കറിയൂ, പക്ഷേ ജാക്കി എന്ന അമ്മായപ്പനെ നിങ്ങൾക്കറിയില്ല. കമോൺ. ഇവിടെ ഇങ്ങനെയാണ്. ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് കുറഞ്ഞത് 2 കിലോമീറ്ററെങ്കിലും നടക്കണം. നടന്ന് മടുത്ത് കിതച്ച് വായി പറ വന്നതിന് ശേഷം മാത്രമേ ഇവര് കാര്യങ്ങൾ തുറന്ന് പറയൂ. നടന്നു. അമ്മായിപ്പോ അത് മോളെ കണ്ടില്ല. അവിടെ 24 മണിക്കൂറും വെള്ളത്തിലാണ്. അപ്പൊ പിന്നെ എനിക്കൊരു കമ്പനിയായി. അതല്ല, പെണ്ണെപ്പോഴും കടല്ല, വിളിച്ചാളെ കയറി വരും. അയ്യോ, അതെന്താണ്? അവളുടെ ഭർത്തതാന്നെ കണ്ടു കഴിഞ്ഞാൽ 24 മണിക്കൂർ കടലുമായി തന്നെ കിടക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നും. വരുന്നു എന്റെ മോള് സാഗർ ഏലിയാമ്മ ജാക്കി. Look at that.
സെറ്റപ്പ് ആണല്ലോ. ഇതിന്റെ തുണിയൊക്കെ കീഴ്പണിക്കണല്ലോ. 24 മണിക്കൂർ വെള്ളത്തിലടിക്കുന്ന വെള്ളല്ലേ. വെള്ള അയിലോ ചാളയോ മത്തിയൊക്കെ കഴിച്ചു വെച്ചിട്ട് അതെ പെണ്ണിന്റെ താഴെന്താണ്? ആയില്ലോ. അപ്പൊ ആമ്പിന്റെ താഴെയല്ലേ? ചുമ്മാതല്ല, പടക്ക് കുളിച്ചിട്ട് കിടന്ന ആടിയതല്ലേ? ആ ദേ ആട്ടം മാത്രമല്ല, വിഷമിച്ചിട്ടുണ്ട്. ഈ പെണ്ണത് ഇങ്ങനെ എന്നുവെച്ചാ പെണ്ണ് ലോണാണെന്ന് വേണമെങ്കിൽ കിട്ടിയാൽ മതി.